കോട്ടയത്ത് ട്രെയിനിനുള്ളിൽ വെച്ച് യാത്രക്കാരന് പാമ്പ് കടിയേറ്റതായി സംശയം. ഇതിന് പിന്നാലെ യാത്രക്കാരൻ യാത്ര ചെയ്ത ആ ബോഗി ഒഴിപ്പിച്ച് ട്രെയിൻ യാത്ര തുടർന്നു എന്ന വളരെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരികയാണ്. ഗുരുവായൂർ മധുര എക്സ്പ്രസിലെ യാത്രക്കാരനെയാണ് പാമ്പ് കടിച്ചതായി സംശയിക്കുന്നത്. ട്രെയിനിൽ ഏറ്റുമാനൂരിലെത്തിയപ്പോഴാണ് 7-ാം നമ്പർ ബോഗിയിൽ യാത്ര ചെയ്യുകയായിരുന്ന മധുര സ്വദേശിയായ കാർത്തിക്കിന് പാമ്പ് കടിയേറ്റിരിക്കുന്നത്. പിന്നാലെ ഇയാളെ ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് വിവരങ്ങൾ. ഇന്ന് രാവിലെ 9:30-യോടെയാണ് സംഭവം. തുടർന്ന് ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെ 7-ാം നമ്പർ ബോഗിയിലെ യാത്രക്കാരെ മറ്റൊരിടത്തേക്ക് മാറ്റി ബോഗി സീൽ ചെയ്തതിന് പിന്നാലെയാണ് യാത്ര തുടർന്നതെന്നാണ് വിവരങ്ങൾ. ബോഗിയിൽ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല എന്നാണ് വിവരങ്ങൾ. അതേസമയം ഇത് പാമ്പല്ല, എലിയാകാം കടിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധനകൾക്ക് പിന്നാലെ മാത്രമേ ഇത് സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കാർത്തിക് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്നാൽ ഈ സംഭവത്തിൽ ഇവിടെ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഇപ്പോഴും പാമ്പാണോ അല്ലെങ്കിൽ എലിയാണോ കടിച്ചതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ട്രെയിനിലെ വൃത്തിഹീനമായ സാഹചര്യം തന്നെയായിരിക്കാം ഈ ഒരു സംഭവത്തിന് പിന്നിലെന്ന് തന്നെയാണ് പറയേണ്ടി വരിക. കാരണം നമുക്കറിയാം, ട്രെയിനിലെ പാൻട്രി കാർ ഇവർ ശരിയായി തന്നെ ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്തില്ലെങ്കിൽ ഇത്തരം ഭക്ഷണ അവശിഷ്ടങ്ങൾ തിന്നാനായി എലികളെത്താം. അങ്ങനെയാണെങ്കിൽ എലിയെ പിടിക്കാനായിരിക്കാം ഈ പാമ്പ് എത്തിയിരിക്കുന്നത്. സംഗതി എന്തു തന്നെ ആയാലും ട്രെയിനിലെ വൃത്തിഹീനമായ ഇടപെടൽ എന്ന് തന്നെയാണ് ഇതിനെ ഒറ്റ വാക്കിൽ പറയാൻ കഴിയുക. എന്നിരുന്നാലും ട്രെയിനിൽ ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് കരുതി റെയിൽവേ പൂർണ്ണമായും ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി ഇത്തരം കാര്യങ്ങൾ റെയിൽവേ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം ഇപ്പോൾ ചൂടുകാലമാണ്, പാമ്പുകൾ ഇറങ്ങുന്നുണ്ട്. പാമ്പുകൾ വീടുകളിലും പരിസരങ്ങളിലും വാഹനങ്ങളിലും എന്തിനേറെ പറയുന്നു ട്രെയിനുകളിലും വരെ എത്താനുള്ള സാധ്യതയുമുണ്ട്. അതായത് സാധാരണ 28 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പാമ്പുകൾക്ക് ജീവിക്കാൻ സാധിക്കും. താപനില കൂടുമ്പോൾ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇവ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ തേടി പോകുന്നത്. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടെ 450 പേരാണ് സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചതെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് ഇവയുടെ ആവാസ വ്യവസ്ഥയുടെ നാശം തന്നെയാണ് ഇതിന് കാരണം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ആവാസ വ്യവസ്ഥയുടെ നാശമാണ് പാമ്പുകൾ വീട്ടിലും വാഹനങ്ങളിലുമൊക്കെ മറ്റും കയറിക്കൂടുന്നതിന് പ്രധാന കാരണം. തടാകങ്ങൾ ഇല്ലാതാകുന്നു, കാടുകൾ കയ്യേറുന്നതും കെട്ടിടങ്ങൾ വർദ്ധിക്കുന്നതുമൊക്കെ പാമ്പുകളുടെ ആവാസ വ്യവസ്ഥ നഷ്ടമാകുന്നതിൽ പ്രധാന പങ്കാണ്. സാധാരണയായി ജലസംഭരണികൾ, കുളിമുറികൾ, ഗോവണിപ്പടികൾ എന്നിങ്ങനെ തണുത്ത ഇടങ്ങളിലാണ് പാമ്പുകൾ കയറിക്കൂടുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഏതൊരു സമയത്ത് ചപ്പുചവറുകൾ കൂട്ടിയിടാതിരിക്കുക, അതുപോലെ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ പാമ്പുകളൊക്കെ എത്തിച്ചേരാം. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി വളരെ ശുചിത്വത്തോടെ, വളരെ വൃത്തിയോടുകൂടെ തന്നെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ വളരെ ശുചിയായും വളരെ വൃത്തിയായും തന്നെ നമ്മൾ പരിസരങ്ങളെല്ലാം സൂക്ഷിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ പാമ്പുകൾ കയറിക്കൂടാനുള്ള സാധ്യതയും കുറവായിരിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.